നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വിൽപത്രം ഉള്ളപ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണോ? എനിക്കും സഹോദരിക്കും പരേതനായ പിതാവ് ഒസ്യത്താരാധാരമാണ് എഴുതി രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്നത്. എനിക്കും എൻ്റെ സഹോദരിക്കും പരേതനായ പിതാവ് ഒസ്യത്താധാരമാണ് എഴുതി തന്നിരിക്കുന്നത്. അതുപ്രകാരം പോക്കുവരവ് നടത്തി എൻ്റെ പേരിൽ വർഷങ്ങളായി കരമടച്ചു വരുന്നു. എൻ്റെ പരേതനായ സഹോദരൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധനനിശ്ചയാധാരം ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ KSFയിൽ ചിട്ടി വിളിച്ച് പണം എടുക്കാനായി എൻ്റെ ഒസ്യത്താധാരം പണയപ്പെടുത്താൻ ചെന്നപ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പ്രകാരം പിതാവിൽ നിന്ന് വിൽപത്ര പ്രകാരം ലഭിച്ച സ്വത്തുക്കൾ പോക്കുവരവ് നടത്തി കരമടച്ച നാളുകളായി കൈവശം വച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾക്കും സഹോദരിക്കുമാണ് വിൽപത്ര പ്രകാരം വസ്തുവകകൾ നൽകിയിരിക്കുന്നതെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഒറിജിനൽ വിൽപത്രം ആരുടെ കൈവശമാണെന്ന് വ്യക്തമല്ല. വിൽപത്രത്തിൻ്റെ ഒറിജിനൽ KSFയുടെ പരിശോധനയ്ക്കായി ഹാജരാക്കിയെന്ന് അനുമാനിക്കുന്നു. ഇവയൊക്കെ ഹാജരാക്കിയിട്ടും KSF പോലുള്ള ഒരു അധികാര ധനകാര്യ സ്ഥാപനം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടുതൽ സുരക്ഷയ്ക്കും മുൻകരുതൽ എന്ന നിലയ്ക്കുമാണ് അധികമായി ആവശ്യപ്പെടുന്നത്. അത്തരമൊരു നിർദ്ദേശം KSFയുടെ ഭരണവിഭാഗം ബ്രാഞ്ചുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ താങ്കൾ ഹാജരാക്കിയ രേഖകൾ കൊണ്ട് തന്നെ വസ്തുവിൻ്റെ പൂർണ്ണമായ അവകാശം തെളിയിക്കുവാൻ കഴിയും. ഒരു പൊതു അധികാര സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത്തരം അധിക രേഖകൾ ആവശ്യപ്പെടുന്നത് ഉചിതമല്ല. ഇക്കാര്യം KSFE ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ കഴിയും. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.